വാർത്ത. പി.ജെ. കുര്യനെതിരെ തിരുവല്ല നഗരത്തിൽ പോസ്റ്ററുകൾ. ജില്ലയിലെ കോൺഗ്രസിനെ തകർത്ത കടൽ കിഴവൻ പി.ജെ. കുര്യന്റെ വാർദ്ധക്യകാല വ്യാമോഹങ്ങൾക്ക് UDF കൂട്ടുനിൽക്കരുത് എന്നതാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, ഈ സമയത്ത് ഈ വിമർശനം അതാണ് ഏറ്റവും പ്രധാനം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ പല കോണുകളിലും അനൌദ്യോഗികമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് തിരുവല്ല സീറ്റ് തിരിച്ചെടുക്കുകയും അവിടെ പി.ജെ. കുര്യൻ മത്സരിക്കുകയും ചെയ്യുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ ചില പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഈ മുന്നൊരുക്കം എന്ന് വേണം കരുതാൻ. കോൺഗ്രസിലെ തന്നെ ചില ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റവന്യൂ ടവർ, അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ പരിസരം, റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ് എന്നിവയോട് ചേർന്ന സ്വകാര്യ ഇടങ്ങളിലാണ് പോസ്റ്ററുകൾ പതിപ്പിക്കപ്പെട്ടത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ എത്തുകയും പിന്നീട് പലയിടങ്ങളിൽ നിന്നും ഈ പോസ്റ്ററുകൾ വലിച്ചു കയറി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ അധിക്ഷേപം വാക്കുകൾ കൂടി ഉൾപ്പെടുന്നതാണ് ഈ പോസ്റ്ററിൻ്റെ ഉള്ളടക്കം. ചുരുക്കത്തിൽ വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് വ്യാമോഹങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് UDFോ കോൺഗ്രസോ കൂട്ടുനിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് UDF സേവ് UDF എന്നുള്ള ഫോറത്തിൻ്റെ പേരിൽ പതിപ്പിക്കപ്പെട്ടിട്ടുള്ള കൈയെഴുത്ത് പോസ്റ്ററുകളുടെ ഉള്ളടക്കം. 5 വർഷങ്ങൾക്ക് മുൻപ് മാതൃഭൂമി ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ തന്നെ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. പുതിയ സാഹചര്യത്തിൽ അതിൽ മാറ്റമുണ്ടോ എന്നുള്ള വിഷയങ്ങളിലടക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തായാലും കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി വരാനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിനെ പരസ്യമായി എതിർക്കുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് തിരുവല്ലയിൽ നിന്ന് ലഭ്യമാവുന്നത്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവല്ലയിൽ പി.ജെ. കുര്യൻ മത്സരിച്ചേക്കും അല്ലെങ്കിൽ മത്സരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സമയത്ത് പല സ്ഥാനാർത്ഥികളുടെ പല പാർട്ടികളുടെ താല്പര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അത് അവർ തന്നെ പുഷ് ചെയ്യുന്നതാണ്. നോക്കൂ, ഇനി ഒരാൾ മത്സരിക്കാനുണ്ട്, അവർക്ക് താല്പര്യമുണ്ടെന്നുള്ളത്. കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കൂ എന്നുള്ളത്. സാധാരണ രാഷ്ട്രീയക്കാരൻ എന്താ പറയുക, വരികൾക്കിടയിലൂടെ വായിക്കേണ്ട, അല്ലെങ്കിൽ എഴുതാപ്പുറം വായിക്കരുത് എന്നൊക്കെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്വന്തം പേര്, സ്വന്തം പാർട്ടിയുടെ പേര്, സ്വന്തം താല്പര്യങ്ങൾ, മണ്ഡലം, ഇങ്ങനെ പലരും പറഞ്ഞും പറയാതെയും പകുതി പറഞ്ഞുമൊക്കെ പോകും. അതിനിടയിൽ പി.ജെ. കുര്യന്റെ പേര് വന്നപ്പോൾ അതിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാവുകയാണ്. ഇടവേള.